മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കാൻ തീരുമാനിച്ച അസം സർക്കാർ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ജിൽബി ദില്ലിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ജിൽബി, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങുകയാണോ അസം സർക്കാർ? അതിന്റെ ഭാഗമായാണോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ? കീർത്തി, ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം വിവാഹമോചന നിയമം റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ അസം സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് BJP കൊണ്ടുവന്ന ഒരു കാര്യമാണ് ഈ ഏകീകൃത സിവിൽ കോഡ് എന്നുള്ളത്. അതിനാൽ തന്നെ രാജ്യമൊട്ടാകെ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന BJPയുടെ നിലപാടിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ട പരീക്ഷണം എന്ന അടിസ്ഥാനത്തിൽ ഉത്തരാഖണ്ഡിൽ ഈ മാസം ആദ്യം തന്നെ ഇത് പാസാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അസം സർക്കാരും ഇതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിൽ അസം സർക്കാർ ഈ മുസ്ലിം വിവാഹമോചന നിയമം 1935 കൊണ്ടുവന്ന ഈ നിയമം ഇപ്പോൾ റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനി മുസ്ലിം വിവാഹങ്ങളുടെ ഈ രജിസ്ട്രേഷനുകൾ അല്ലെങ്കിൽ വിവാഹമോചനത്തിന്റെ രജിസ്ട്രേഷനുകൾ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പരിധിയിൽ വരുമെന്നും അതനുസരിച്ച് ഇനി രജിസ്റ്റർ ചെയ്യാമെന്നുമാണ് ഇപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ വിവാഹം 1935 നിയമം അനുസരിച്ച് മുസ്ലിങ്ങൾക്ക് വിവാഹം നടത്താൻ പ്രായപൂർത്തി ആവണം എന്ന് ഇല്ല, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവർക്കും വിവാഹം നടത്താനുള്ള നിയമസാധുത നൽകുന്ന വകുപ്പുകൾ ആ നിയമത്തിലുണ്ട്. അതിനാൽ തന്നെ അത് റദ്ദാക്കിക്കൊണ്ട് ശൈശവ വിവാഹത്തിന് ഒരു നിരോധനം കൂടി കൊണ്ടുവരുന്ന തരത്തിലുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അസം സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 1935 നിയമം അനുസരിച്ച് ഈ മുസ്ലിം വിവാഹങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ഏകദേശം 94 രജിസ്ട്രാർമാരൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് 2 ലക്ഷം രൂപ ഒറ്റത്തവണ പാരിതോഷികം നൽകി അവരെ ഈ പദവികളിൽ നിന്നെല്ലാം നീക്കുമെന്നും ഇപ്പോൾ മന്ത്രിസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ പകരമായിട്ട് ഇനി വിവാഹ രജിസ്ട്രേഷനുകൾ ചെയ്യാനായിട്ട് അതിൻ്റെ അധികാരം ജില്ലാ കമ്മീഷണറും ജില്ലാ രജിസ്ട്രാർമാർക്കും ഏർപ്പെടുത്തുമെന്നും ഇപ്പോൾ അസം സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബഹുഭാരിത്യം അത് അസമിൽ വലിയ അപകടകരമായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിനാൽ തന്നെ അത് നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ അത് നിരോധിക്കാനുള്ള നിയമനിർമ്മാണവും ഉടൻ തന്നെ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ അസം സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമെന്ന ആദ്യപടിയെന്നോണം ഇപ്പോൾ അസം സർക്കാർ മുസ്ലിം വിവാഹമോചന നിയമം 1935 നിയമം റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കീർത്തി, ശരി, വ്യക്തമാണ്. ജിൽബിയാണ് വിവരങ്ങൾ.